പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞത്. ഇപ്പോൾ വൈൻ മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയാൽ നിങ്ങൾ അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക. അപ്പം ഏറ്റുമുട്ടൽ കൊലപാതകം എന്താണ്? വൻപാപമാണല്ലോ. വൻപാപം ചെയ്യുമ്പോൾ കാഫിറാകുമെങ്കിൽ മുഅ്മിനീങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ പറയുന്നല്ലോ. ഏറ്റുമുട്ടലോട് എന്തായി? മുഅ്മിനല്ലാതായി മാറി. പിന്നെ ഒരിക്കലും ഇസ്ലാഹ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അർത്ഥമില്ല. അങ്ങനത്തെ ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിൽ വന്നതൊക്കെ എടുത്തിട്ടാണ് അവരതിന് തെളിവായത്. അതേപോലെ അള്ളാഹു ഇറക്കിയത് പ്രകാരം വിധിക്കാത്തവൻ കാഫിറാകുന്നു എന്ന് ഖുർആനിലുണ്ട്. ശരിയാണ്. തൊട്ടപ്പുറത്തായത്ത് എന്താണ്? അള്ളാഹു ഇറക്കിയത് പ്രകാരം വിധിക്കാത്തവൻ ളാലിമാകുന്നു. അതിനപ്പുറത്തായത്ത് അള്ളാഹു ഇറക്കിയത് പ്രകാരം വിധിക്കാത്തവൻ ഫാസിഖാകുന്നു. അപ്പം തന്നെ മനസ്സിലായി വിധിക്കാത്ത എല്ലാവരും കാഫിറല്ല. അള്ളാഹു ഇറക്കിയത് പ്രകാരം വിധിക്കാത്തവൻ കാഫിറാണ് അവസ്ഥ ഉണ്ട്, ളാലിമാകണ അവസ്ഥ ഉണ്ട്, ഫാസിഖാകണ അവസ്ഥയുമുണ്ട്. അല്ലാതെ എപ്പോഴും കുഫ്രല്ല. ഒരു ആയത്തെടുത്തു എന്ന് പറഞ്ഞു അള്ളാഹു ഇറക്കിയത് പ്രകാരം വിധിക്കാത്തവരൊക്കെ കാഫിറാകും. അതുകൊണ്ട് അംർ ഇബ്നു ആസിന്റെ മധ്യസ്ഥം തീരുമാനിക്കാൻ മുന്നോട്ട് വന്നുകൂടി ഓലൊക്കെ കാഫിറായി മാറി. കാരണം അള്ളാഹിന്റെ വിധി അല്ല എടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് ഖവാരിജികൾ രംഗത്ത് വന്നതൊക്കെ. അതെ, അതാണ് അതിന് മറ്റു വശമാണ് ഈ ഹുക്കൂമത്തൊക്കെ പറയുന്നത്. അള്ളാഹിൻ്റെ ഭൂമിയിൽ അള്ളാഹിൻ്റെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഹുക്കൂമത്ത് ഇലാഹി പറഞ്ഞൊക്കെ അതിന് മറ്റൊരു വശം തന്നെയാണ്. ഇനി ഹുക്കുമില്ലാതില്ല എന്ന ഹാക്കിമിയത്ത് വാദം അതിലൂടെ കടന്നു വന്ന ഒന്നാണ്. ആവട്ടെ, ഏതായാലും ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതെ, ഈമാൻ കൂടുകയും കുറയും ചെയ്യുന്ന പറഞ്ഞാൽ ഈമാൻ യസീദു ഐ ബിത്ത്വാഅത്ത്, നന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും. വയൻഖുസു ബിൽ മആസി, പാപങ്ങൾ കാരണം ഈമാൻ കുറയും. ഇപ്പം നമുക്ക് അനുഭവപ്പെടും സ്ഥിരമായി ക്ലാസും കാര്യങ്ങളും ഖുതുബയും പള്ളിയും ജമാഅത്തും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും ഒരു 5-6 ദിവസം ഒന്നാകെ പള്ളിക്കാണ് വന്നില്ല. ഇനി കൃത്യമായ ന്യായം ഉണ്ടെങ്കിൽ പോലും ഇപ്പം സുഖമില്ല കിടന്നാണ്, സുഖമില്ല കജകാലം മുറിഞ്ഞ് കിടന്നിട്ടാണെങ്കിൽ പോലും കുറേ ദിവസം പള്ളിക്ക് വന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ. ആ ഒരു പഴയ ഒരു ഊർജ്ജപ്പോൾ കിട്ടുന്നില്ല. ഇപ്പം കൊറോണ എന്നപ്പം പറഞ്ഞില്ലേ, കൊറോണ വന്ന് പള്ളിയൊക്കെ പൂട്ടിയിട്ടപ്പോൾ എന്താ ആകെ ഒരു ഇത് പോയ മാതിരി തോന്നിയല്ലോ. അപ്പം അത് വിശ്വാസിക്ക് അനുഭവപ്പെടുന്നുണ്ടത്. ഈമാൻ്റെ വർധനവും ഈമാൻ്റെ കുറവൊക്കെ വിശ്വാസിക്കുന്നതിനെ അനുഭവപ്പെടും എന്ന് തന്നെയാണ് അവരുടെ അനുഭവങ്ങൾ അറിയിക്കുന്നത്. നല്ല മനുഷ്യന്മാരുമായി ഇടപഴകി നല്ലൊരു സദസ്സിൽ പങ്കെടുത്തു, കുറേ നല്ല ഉപദേശങ്ങൾ കിട്ടി, നല്ലൊരു ഖുതുബ കേട്ടു. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവും വല്ലാത്തൊരു റാഹത്തുണ്ട്, എന്താ ആ പള്ളിക്ക് ആ ഖുതുബ കേട്ടപ്പോൾ വല്ലാത്തൊരു സമാധാനം, റാഹത്തായി എന്ന് പറയും. അതൊന്നും ഇല്ലാതാകുമ്പോഴോ തിരിച്ച് നമുക്ക് അനുഭവപ്പെടും. കുറേ ചീത്ത കൂട്ടുകാരൊപ്പം പോയി ഇങ്ങനത്തെ ഒരു ചിന്തകളൊന്നും ഇല്ലാത്ത വളരെ ലാബിഷ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ടീമിനെ കൂടെ നമുക്ക് എവിടെയാണ് പോകേണ്ട ഒരു യാത്രയിൽ പൊട്ട് ജയിക്കാം. ഒരു ടൂർ, കമ്പനി ടൂർ ഓരോപ്പോഴും പോയി കുടുങ്ങി. അവസാനം ഒരു 3-4 ദിവസം ഇറങ്ങി വരുമ്പോഴത്തേന് പോകേണ്ടി ചെയ്ത് ആകെ എല്ലാം പോയി എന്നറിയും. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. സ്വഹാബിമാർ പരസ്പരം പറയും, വരൂ നമുക്ക് ഈമാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. വരൂ നമുക്ക് ഈമാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഓരോ ഒന്നിച്ചിരിക്കും. എന്നാൽ അള്ളാഹിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് നരകസ്വത്തെ പിരിക്കങ്ങനെ സംസാരിച്ചിട്ട് ഒരു പിരിഞ്ഞു പോകും. അപ്പം ഈമാൻ ഉണ്ടാക്കാനുള്ള പണിയായിട്ടാണ് അവരതിനെ കണ്ടിരുന്നത് എന്നർത്ഥം. അള്ളാഹു